The logical arguments ne kurichana nammal parayunnathu. Arguments ennu parnale there are a set of hypotheses h1, h2, h3, etc. and there is a concluding statement C. If h1, h2, h3, etc. hn implies C, or the compound proposition h1 intersection h2 intersection h3 intersection etc. intersection hn is a implies C, this compound proposition is a tautology, or this compound proposition holds always, then we say that these arguments are valid, or this is a valid argument. If we cannot say anything about the truthness of the ഇതിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഈ h1 h2 h3 വെച്ചിട്ട് C നെ കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ലെങ്കിൽ we say the argument is invalid. ഇതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ നമ്മളെ നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇൻഫറൻസ് റൂൾസ് ആണ്. ഇൻഫറൻസ് റൂൾസ് നമ്മൾ കുറച്ച് ഇൻഫറൻസ് റൂൾസ് പറയണം. ആ റൂൾസ് ഒക്കെ വളരെ ഒബ്വിയസ് ആണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ഇൻഫറൻസ് റൂൾസിൽ ഫസ്റ്റ് പറയുന്ന റൂൾ, ഈ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇത്തരം സ്റ്റേറ്റ്മെന്റ് ട്രൂത്ത്നെസ് ചെക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: P and Q implies P and Q. What does it mean? P and Q implies P and Q. അത് P ശരിയാണ്, മാത്രമല്ല Q ശരിയാണ്. അങ്ങനെയാണെങ്കിൽ P and Q is true. Suppose P is the statement, the computer 1 has an internet connection. Q is the statement, the computer 2 has an internet connection. Then both computer 1 and computer 2 have internet connection. അതാണ് P intersection Q എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പിയും ക്യൂവും ശരിയാണെങ്കിൽ P ശരിയാണ്, Q ശരിയാണ്, ഇംപ്ലൈസ് പിയും ക്യൂവും ശരിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റ് വരുന്നത്. ഇറ്റ്സ് വെരി ഒബ്വിയസ്. നമുക്ക് ബാക്കിയുള്ള റൂൾസ് നോക്കാം. ബാക്കിയുള്ള റൂൾസ് രണ്ടാമത്തത് P and Q implies P. നമുക്ക് ലെഫ്റ്റ് സൈഡ് ട്രൂ ആണെങ്കിൽ റൈറ്റ് സൈഡ് ട്രൂ ആണെന്ന് മാത്രമേ നമുക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. പിയും ക്യൂവും ശരിയാണെങ്കിൽ P ശരിയാണ്, റൈറ്റ്? പിയും ക്യൂവും ശരിയാണ് എങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? P is true എന്ന് പറയാൻ പറ്റും. This called the conjunction. The conjunction definition തന്നെയാണ്. This called simplification. This called simplification. And third rule is P implies P or Q. എന്താണ് ഇതിന്റെ അർത്ഥം? P ശരിയാണെന്ന് പറഞ്ഞാൽ P ഓ Q ഓ ഒന്ന് ശരിയാണ് എന്ന് പറയാം. പറഞ്ഞൂടെ? P ശരിയാണ് എന്ന് പറഞ്ഞാൽ P ഓ Q ഓ ഒന്ന് ശരിയാണെന്ന് പറയാം, നമുക്ക് ധൈര്യമായിട്ട് പറയാം. This is called a law of addition. It's called addition. ലോ ഒന്നും പേരൊന്നും ഓർത്തിരിക്കണമെന്നില്ല. നമുക്ക് ഈ സിംപ്ലിഫിക്കേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് മാത്രം ഓർമ്മ ഉണ്ടായാൽ മതി. ഇത് ട്രൂ ആണ് നമുക്ക് പറയാൻ പറ്റുമെന്ന് മാത്രം മതി. നമുക്ക് അടുത്ത് നോക്കുക. P and P implies Q. ഇതിന്റെ അർത്ഥം ഇതെന്താണ് നോക്കുക. P ശരിയാണ്, P ശരിയാണെങ്കിൽ Q ശരിയാണ്. നോക്കുക, P means the statement P is true, and the second statement says if P is true then Q is true. That implies Q is true, right? P ശരിയാണ്,
P ശരിയാണെങ്കിൽ Q ശരിയാണ്. Then Q is അല്ലേ? P ശരിയാണല്ലോ. പിന്നെന്താവണം? Q true ആവണം. ഇതാണ് അടുത്തത്. ഇതിന്റെ പേര് ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് എന്നാണ്. ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്. ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് കോൺട്രാപോസിറ്റീവ് റൂൾ ആണ്. P implies Q and negation of Q. P ശരിയാണെങ്കിൽ Q ശരിയാണ്, പക്ഷെ Q ശരിയല്ല എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റുക? P ശരിയാണെങ്കിൽ Q ശരിയാണ്, but Q is not true. Then P cannot be true. കാരണം P ശരിയാണെങ്കിൽ എന്താവണം? Q ശരിയാവും, പക്ഷെ Q തെറ്റാണ്. അപ്പോ negation of P. P is not true. അതേപോലെ ലാസ്റ്റ് വണ് അത് P or Q. P or Q and negation of P. P o Q ഒന്ന് ശരിയാണ്, പക്ഷെ P ശരിയല്ല എന്ന് പറഞ്ഞാൽ ഏതാ ശരിയാവുക? ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണ്, പക്ഷെ ആ ശരിയായത് ഏതല്ല? P അല്ല എന്ന് പറഞ്ഞാൽ ഏതാണ് ശരി? That implies Q is true. And last rule is P implies Q. P implies Q and Q implies R. P implies Q and Q implies R implies P implies R. നമ്മളെ ലോജിക് ആണ് അല്ലേ? P ശരിയാണെങ്കിൽ Q ശരിയാണ്, Q ശരിയാണെങ്കിൽ R ശരിയാണ് എന്ന് പറഞ്ഞാൽ that implies P implies R. This is our first problem. Check the validity of the arguments. If the computer was down Saturday afternoon, then Mary went to a matinee. Will go to എന്നൊക്കെ നമ്മൾ പറയല്ലേ? Went to a matinee. The first statement. Second statement. Either Mary went to a matinee or took a nap Saturday afternoon. Afternoon എങ്ങനെ എഴുതാണ്? Third statement. Mary did not take a nap that afternoon. Afternoon evening. So, if the computer was down Saturday afternoon, then Mary went to a matinee. This is our first statement. This is our first hypothesis. Either Mary went to a matinee yeah
Yes, either Mary went to a matinee, a nap. Either Mary went to a matinee or took a nap Saturday afternoon. And third hypothesis is Mary did not take a nap that afternoon. അപ്പോൾ ഇതിന്റെ കൺക്ലൂഷൻ ആണ് സി. അതിന്റെ കൺക്ലൂഷൻ പറയുന്നതാണ് therefore the computer was down Saturday afternoon. അപ്പൊ ഇതിന്റെ ഇത്രയും സ്റ്റേറ്റ്മെന്റുകളുടെ ഇംപ്ലിക്കേഷൻ ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് വരുമോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റൂൾസ് ഒന്ന് നമ്മൾ മുകളിൽ പറഞ്ഞ ഇത്രയും റൂൾസ് ഇൻഫറൻസ് റൂളുകൾ ഉപയോഗിക്കുക. അതേപോലെ നമ്മൾ എന്താ കഴിഞ്ഞ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലോജിക്കൽ എക്സ്പ്രഷൻസിന്റെ സിംപ്ലിഫിക്കേഷൻ ഒക്കെ പറഞ്ഞ ലോസ് ഓഫ് ലോജിക് ഒക്കെ ഉപയോഗിക്കാം. അതൊക്കെ ഉപയോഗിച്ചിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ H1ഉം H2ഉം H3 ഇംപ്ലൈസ് ദിസ് എന്ന് പറയാൻ പറ്റുമെന്നാണ് നമ്മൾ അതാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പ്രപ്പോസിഷൻസ് ഫോം ചെയ്യണം. ഏതൊക്കെ പ്രപ്പോസിഷൻ ആണ് ഫോം ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഇഫ് ദെൻ ഫോമിലാണ് അത് അല്ലെ, ഇഫ് ദെൻ ഫോമിലാണ്. അപ്പൊ ഇഫിന്റെ ഉള്ളിലുള്ള ഇതിന് നമുക്കൊരു പ്രപ്പോസിഷൻ കൊടുക്കാം, ദെൻ കഴിഞ്ഞിട്ടുള്ളതിന് നമുക്കൊരു പ്രപ്പോസിഷൻ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രപ്പോസിഷൻ ഈസ് പി, ദ കമ്പ്യൂട്ടർ വാസ് ഡൗൺ സാറ്റർഡേ ആഫ്റ്റർനൂൺ. അതാണ് നമ്മളുടെ ഫസ്റ്റ് എന്താ, കമ്പ്യൂട്ടർ വാസ് ഡൗൺ സാറ്റർഡേ ആഫ്റ്റർനൂൺ. സോ പി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വാസ് ഡൗൺ സാറ്റർഡേ ആഫ്റ്റർനൂൺ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രപ്പോസിഷൻ. എങ്ങനെ എടുത്തു നോക്കുക, H1നെ സിമ്പിൾ പ്രപ്പോസിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇഫ് ദെൻ ഫോമിലാണ്. അപ്പൊ ഇഫ് എന്ന് പറയുന്നത് വെച്ചിട്ട് ഇഫ് പി ദെൻ ക്യൂ എന്നുള്ള ഫോമിലാണ്. അപ്പൊ ഇഫ് കഴിഞ്ഞിട്ടുള്ളതിന് പി തൊട്ടു, ദെൻ കഴിഞ്ഞിട്ടുള്ളതിന് ക്യൂ തൊട്ടു. ദ മേരി വെന്റ് ടു എ മാറ്റിനി, ക്യൂ മേരി വെന്റ് ടു എ മാറ്റിനി. ഇനി സെക്കൻഡ് ഐദർ ഓർ ഫോമിലാണ് അല്ലെ. സെക്കൻഡ് ഒക്കെ ഐദർ മേരി വെന്റ് ടു എ മാറ്റിനി ഓർ took a nap on Saturday afternoon. അപ്പൊ ഐദർ കഴിഞ്ഞിട്ടുള്ളത് മേരി വെന്റ് ടു എ മാറ്റിനി ഓൾറെഡി നമ്മൾ എടുത്ത പ്രപ്പോസിഷൻ ആണ് അല്ലെ, തൊട്ട് മുകളിൽ അതാ മേരി വെന്റ് ടു എ മാറ്റിനി. ഓർ എന്താണ്, മേരി took a nap Saturday afternoon. ഓർ ടുക്ക് എന്ന് മാത്രം പറ്റില്ല, ആരാണ് അത് മേരിനെ കുറിച്ച് തന്നെയാണ് ആ പറയണേ. അപ്പൊ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആർ മേരി ടുക്ക് എ നാപ്പ് ഓൺ സാറ്റർഡേ ആഫ്റ്റർനൂൺ, റൈറ്റ്. അപ്പോ രണ്ടാമത്തെ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ മേരി ഡിഡ് നോട്ട് ടേക്ക് എ നാപ്പ് ഓൺ നാപ്പ് ദാറ്റ് ആഫ്റ്റർനൂൺ. അത് നമുക്ക് ആവശ്യമില്ല, കാരണം മേരി ടുക്ക് എ നാപ്പ് എന്നുള്ളത് നമ്മൾ കൊടുത്ത അതിന്റെ നെഗേഷൻ ആണ്. ഈ പ്രപ്പോസിന്റെ നെഗേഷൻ ആണ്. പിന്നെ അതിന് നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഒന്നുകൂടി ഉണ്ട്, ദ കമ്പ്യൂട്ടർ വാസ് ഡൗൺ സാറ്റർഡേ ആഫ്റ്റർനൂൺ. അത് പറഞ്ഞിട്ടുണ്ടോ, കമ്പ്യൂട്ടർ വാസ് ഡൗൺ സാറ്റർഡേ ആഫ്റ്റർനൂൺ, അത് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ മൂന്ന് പ്രപ്പോസിഷൻസ് ആവശ്യമുള്ളൂ. ക്ലിയർ ആണത്? മൂന്ന് പ്രപ്പോസിഷൻസ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കി, H1ഉം H2ഉം H3ഉം Cയും ഉപയോഗിച്ച് നമ്മൾ അതിലുള്ള ഓരോ സ്റ്റേറ്റ്മെന്റും കറസ്പോണ്ടിങ് ആയിട്ട് പ്രപ്പോസിഷൻസ് ഫോം ചെയ്തു. പ്രപ്പോസിഷൻസ് ഫോം ചെയ്യുമ്പോൾ
നമ്മുടെ പ്രൊപ്പോർഷനിൽ ഒരിക്കലും നെഗേഷൻ ഉണ്ടാകാൻ പാടില്ല, ഒന്നിലധികം പ്രൊപ്പോർഷൻ മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഏത് ഫോമിലാണ് നോക്കും. ഇഫ് ദെൻ ഫോമിലാണ് ഇഫ് കഴിഞ്ഞിട്ടുള്ള ഒന്നുണ്ടാക്കും, ദെൻ കഴിഞ്ഞിട്ടുള്ള ഒന്നുണ്ടാക്കും. ഐദർ ഓർ ആണെങ്കിൽ ഐദർ ഓർ രണ്ടും വേറെ വേറെ പ്രൊപ്പോസിഷൻസ് ആക്കും. പിന്നെ നെഗേഷൻ ആണെങ്കിൽ ഈ ഇപ്പൊ ഇത് മേരി ഡിഡ് ടേക്ക് എ നാപ്പ് എന്ന് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ മേരി ഡിഡ് നോട്ട് ടേക്ക് എ നാപ്പ് എന്നുള്ളതിന് നമുക്ക് പ്രൊപ്പോഷൻ നിലവിലില്ലെങ്കിൽ നമ്മൾ അതിന് ഉണ്ടാക്കുകയാണെങ്കിൽ ഡിഡ് നോട്ട് ആണെങ്കിലും ഡിഡ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യുമ്പോൾ നെഗേഷൻ ആക്കി ഈ സ്റ്റേറ്റ്മെന്റിനെ നെഗേഷൻ ആക്കി എഴുതും. ഇപ്പൊ നോട്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഇതിൽ കൊടുക്കരുത്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് മുഴുവൻ പോസിറ്റീവ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. കൺജങ്ഷൻ ഉണ്ടാകാൻ പാടില്ല, ഐദർ ഓർ ഉണ്ടാകാൻ പാടില്ല, നോട്ട് ഉണ്ടാകാൻ പാടില്ല. വളരെ നമുക്ക് കമ്പ്യൂട്ടർ വാസ് ഡൗൺ സാറ്റർഡേ ആഫ്റ്റർനൂൺ, അതിനേക്കാളും സിമ്പിൾ ആയിട്ട് പറയാൻ കഴിയില്ല. അടുത്തത് മേരി വെന്റ് ടു എ മാറ്റിനി ഓൺ സാറ്റർഡേ ആഫ്റ്റർനൂൺ ആണ് ഒക്കെ പറയുന്നത്. മേരി ടുക്ക് ഓൺ എ നാപ്പ് ഓൺ സാറ്റർഡേ ആഫ്റ്റർനൂൺ. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി നമുക്ക് H1ഉം H2ഉം H3ഉം എങ്ങനെ മാറ്റി എഴുതാൻ പറ്റുന്നതാണ്. ഇനി H1നെ H2നെ H3നെ Cനെ നമ്മൾ വീണ്ടും മാറ്റി എഴുതാണ്. വാട്ട് ഈസ് H1? ഇഫ് P then Q ആണ്, if P then Q ആണ്, that is P implies Q, that is if P then Q. Now what is H2? H2 either Q or R, either Q or R, that is either Q or R negation allo. What is H2? Either Mary went to a matinee or took a nap. Yes, either Q or R. What about H3? H3 is Mary did not take a nap. Mary took a nap nillathu R ആണെങ്കിൽ what is did not take a nap is negation of R. Now what is our conclusion? Conclusion was the computer was down Saturday afternoon. P. ഇനി നമ്മൾ ഈ ആർഗ്യുമെന്റ്സിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യണം. വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾക്ക് ശരിക്ക് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ P implies Q ട്രൂ ആവുമ്പോൾ, Q and R ട്രൂ ആവുമ്പോൾ, നെഗേഷൻ ഓഫ് R ട്രൂ ആവുമ്പോൾ P ട്രൂ ആവുമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അത് ഈ 3 സ്റ്റേറ്റ്മെന്റും ട്രൂ ആവുമ്പോൾ P ട്രൂ ആവുമെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഒക്കെ ഉപയോഗിക്കാം. ശരിക്കും P implies Q and Q and ഇപ്പോ ഒരു വഴി എങ്ങനെ നോക്കാം, ഇത് 3ഉം ട്രൂ ആവണല്ലോ. ഇത് 3ഉം ട്രൂ ആവണല്ലോ. ഇത് 3ഉം ട്രൂ ആവുമ്പോൾ ഇത് ട്രൂ ആകുമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. അപ്പൊ ഇത് 3ഉം ട്രൂ ആവുന്ന P implies Q ട്രൂ ആണ്, Q and R ട്രൂ ആണ്, നെഗേഷൻ ഓഫ് R ട്രൂ ആണ്. അപ്പൊ നോക്കാം, ഇതിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. കാരണം H3 എന്ന് തുടങ്ങാം. H3 means H3 എന്ന് പറഞ്ഞാല് നെഗേഷൻ ഓഫ് R ട്രൂ. നെഗേഷൻ ഓഫ് R ട്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്? R is false, right? നെഗേഷൻ ഓഫ് R ട്രൂ എന്ന് പറഞ്ഞാല് R is false. Now H2 ലേക്ക് പോവാം. H2 പറയുന്നത് എന്താണ്? Q or R. Either Q or R is true. But R is false. Therefore Q is true. ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? നെഗേഷൻ ഓഫ് R ട്രൂ ആണെന്നുള്ളത് R ഫാൾസ് ആണെന്ന് കിട്ടി. R ഫാൾസ് ആണെങ്കിൽ Q ട്രൂ ആണ്. കാരണം Q O R ഒന്ന് ശരിയാണ്. Q R ഒന്നെങ്കിലും ശരിയാണ്. R ഫാൾസ് ആണെങ്കിൽ Q must be true. Now come to the first statement, P implies Q. എന്താ നമുക്ക് പറയാൻ പറ്റുക? ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറയാൻ പറ്റുമോ? Q ട്രൂ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ
P നെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? P ട്രൂ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? P ട്രൂ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? Q is true. P implies Q is true and Q is true. What about P? On the chat box, P false ആണെങ്കിൽ എന്താ പ്രശ്നം? P false ആണെങ്കിൽ Q true ആയിക്കൂടെ? If P is true, then Q is true. If Q is true, then P is true എന്ന് പറയാൻ പറ്റുമോ? Q false ആണെന്ന് പറഞ്ഞാൽ P true ആണെന്ന് P false ആണെന്ന് പറയായിരുന്നു. P implies Q ല് P ശരിയാവുമ്പോഴൊക്കെ Q ശരിയാവണമെന്നേ ഉള്ളൂ. Q ന്റെ ട്രൂത്ത്നെസ് ഒരിക്കലും തിരിച്ച് അഫക്റ്റ് ചെയ്യില്ല. Q ട്രൂ ആണെങ്കിൽ P ശരിയാവാം, ശരിയല്ലാതിരിക്കാം. P is ഇതേ പറയാൻ പറ്റുള്ളൂ. അടുത്ത പ്രോബ്ലം നോക്കട്ടോ. അടുത്ത പ്രോബ്ലത്തിലെ സ്റ്റേറ്റ്മെന്റ്സ് babies are illogical. Nobody is despised. Who can manage a crocodile? Illogical persons are despised. ഇനി babies cannot manage crocodiles. ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് ഇതിന്റെ ഈവൻ ഇത് വെറും ഇത് ലോജിക്കലി മാത്രം അപ്രോച്ച് ചെയ്താൽ മതി. എന്താ പറയാ, ലാംഗ്വേജിൽ ലോജിക്കൽ അല്ലെങ്കിൽ യൂഷ്വൽ നമ്മൾ ആലോചിക്കേണ്ട ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് ഇത്രയും സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഈ സ്റ്റേറ്റ്മെന്റിൽ എത്താൻ പറ്റുമെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പൊ നമ്മളൊരു പേരെടുക്കുക. അപ്പോ ഒരാളെ ഒരു എക്സാമ്പിൾ ഒരു പേരെടുക്കുക. ബേബീസ് ആർ ഇല്ലോജിക്കൽ എന്ന് പറഞ്ഞാല് ആദ്യം ഒരു ബേബിനെ എടുക്കണം. നമുക്ക് പ്രൊപ്പോർഷൻ എടുക്കുമ്പോ ബേബീസ് ആർ ഇല്ലോജിക്കൽ എന്ന് പറഞ്ഞാൽ ബേബീസ് ഇംപ്ലൈസ് ഇല്ലോജിക്കൽ എന്നാണ്. അപ്പോ ഒരു ബേബി ആകുക എന്നുള്ളൊരു പ്രൊപ്പോർഷൻ എടുക്കണം. നമ്മളൊരു പേര് എന്തെങ്കിലും ഒരു പേരെടുക്കുക. അപ്പൊ ഒന്നാമത്തെ പ്രൊപ്പോർഷൻ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ദി ഹാരി ഈസ് എ ബേബി. എന്തെങ്കിലും ഒരു പേര് ടെക്സ്റ്റിൽ ഹാരി എടുത്തോണ്ടാണ് ഹാരി എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. നമ്മൾ ആദ്യം പറയുന്ന അപ്പൊ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒരു ഇത് കിട്ടും, ഒരു സ്ട്രക്ചർ കിട്ടും. കാരണം ബേബി ആവുക എന്നുള്ളത് ഒരു പ്രൊപ്പോർഷൻ ആണ്. യെസ്. രണ്ടാമത്തത് അപ്പോ ബേബി ഇംപ്ലൈസ് ഇല്ലോജിക്കൽ എന്നാണ്. അപ്പൊ ബേബി ആവുക എന്നുള്ള ഒരു പ്രൊപ്പോർഷൻ എടുക്കുക. പിന്നെ ദാറ്റ് പേഴ്സൺ ഹാരി ഈസ് ഇല്ലോജിക്കൽ എന്നുള്ളതായിരിക്കും രണ്ടാമത്തത്. ഹാരി ഈസ് ഇല്ലോജിക്കൽ. അതിനടുത്ത് കൊടുക്കുക. അടുത്ത് ഹാരി ഈസ് ഡെസ്പൈസ്ഡ് എന്ന് എടുക്കുക. ഹാരി ക്യാൻ മാനേജ് എ ക്രോക്കോഡൈൽ എന്ന് എടുക്കുക. അപ്പൊ ബാക്കിയൊക്കെ ആവും തോന്നുന്നു. അപ്പൊ നമ്മൾ നോക്കുക, ഹാരി ഈസ് എ ബേബി, ബി. ഹാരി ഈസ് ഇല്ലോജിക്കൽ, ഹാരി ഈസ് despised,
Harry can manage a crocodile. ഇത്രയും പ്രൊപ്പോസിഷൻസ് മിനിമം നമ്മൾ എടുക്കേണ്ടി വരും. ഇത്രയും പ്രൊപ്പോസിഷൻസ് എടുക്കേണ്ടി വരും. ഇനി ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ബേബീസ് ആർ ഇല്ലോജിക്കൽ. ഹാരി ഈസ് എ ബേബി മീൻസ് ഹാരി ഈസ് ഇല്ലോജിക്കൽ. അതാണ് ബേബി ആണെങ്കിൽ ഇല്ലോജിക്കൽ ആണ് എന്നുള്ള ഒരു ആർ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ശരിക്കും ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത്. സോ അവർ ഫസ്റ്റ് സെന്റൻസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് H1 എന്ന് പറഞ്ഞാല് P implies Q ആണ്. H1 means P എന്ന് പറഞ്ഞാല് Harry is a baby. Q means Harry is illogical. So babies are illogical means Harry is a baby means Harry is illogical. That is P implies Q. അപ്പൊ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എഴുതാ നിങ്ങളൊന്ന് പറഞ്ഞാൽ. Nobody is despised who can manage a crocodile. Nobody is despised എന്ന് ആരും despised അല്ല എന്നല്ല അർത്ഥം. You can, അപ്പോ if Harry can manage a crocodile, he is not despised എന്നുള്ളതിന്റെ മീനിങ് വരാം. Harry is not despised if he can. Harry is not despised if he can manage a crocodile. That means if Harry can manage a crocodile, then he is not despised. അപ്പോൾ എങ്ങനെയാണ് ഈ സെന്റൻസ് വരിക? ഈ സെന്റൻസ് വളരെ കോംപ്ലിക്കേറ്റഡ്. Nobody is despised. ആരും despised അല്ല. Who can, അതായത് ക്രോക്കഡൈലിനെ മാനേജ് ചെയ്യാവുന്ന ആരും ഡെസ്പൈസ്ഡ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോ if Harry can manage a crocodile, then he is not despised എന്നാണ് ഇതിന്റെ നമ്മളുടെ ഭാഷയിലുള്ള if then ഫോമിൽ ഇതിനെ എഴുതിയാൽ. ഏതാണെങ്കിൽ ഏതാണെന്നാണ് പറയണത്. ഡെസ്പൈസ്ഡ് അല്ലെങ്കിൽ മാനേജ് എ ക്രോക്കഡൈൽ എന്നല്ല പറയണത്. ഡെസ്പൈസ്ഡ് ആവാതിരിക്കണമെങ്കിൽ എന്താവണം? He should be able to manage a crocodile. So if Harry can manage a crocodile, then he is not despised എന്നാണ് ഇതിന്റെ നമ്മളുടെ വേർഷനിലുള്ള. അപ്പൊ എങ്ങനെയാണ് വരിക? മാനേജ് എ ക്രോക്കഡൈൽ എന്ന് പറഞ്ഞാല് യെസ് ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് ആർ എന്നാണ് വരിക. Harry can manage a crocodile implies he is not despised. He is not despised. He is not despised. Despised എന്നല്ല അറിയില്ലേ? Harry is illogical means Harry is despised. Harry is illogical means Harry is despised. എന്ന് പറഞ്ഞാൽ Q implies R അല്ലേ വരിക? ഇതിന്റെ കൺക്ലൂഷൻ ആയിട്ട് എന്താണ് പറയണേ?
babies cannot manage a crocodile. So Harry is a baby. Harry cannot manage a crocodile. Baby implies, Harry is a baby implies Harry cannot manage a crocodile. അപ്പോൾ എന്താ P implies negation of yes എന്നാണ് വരിക. P implies negation of yes എന്നാണ്. അപ്പൊ ഇവിടെ ഞാൻ ഇത് എങ്ങനെ ചെയ്യാൻ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ഇത് ഇവിടെ മൂന്ന് ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. ഈ മൂന്ന് ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. H1 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? P implies Q ആണ്. H2 പറയുന്നത് എന്താണ്? സോറി H3 പറയുന്നത് എന്താണ്? Q implies R ആണ്. അപ്പൊ ഇത് രണ്ടും ചേർത്ത് എന്താ പറയാൻ പറ്റുക? ഇത് രണ്ടും ചേർത്താല് എന്താ H1 and H3, therefore P implies R, P implies Q, and P implies Q implies R implies P implies R. നമ്മൾ രണ്ട് ലാസ്റ്റ് നേരത്തെ പറഞ്ഞ റൂള് പ്രകാരം. ഇനി ഈ H2 പറയണ എന്താണ്? H2 പറയണ എസ് ശരിയാണെങ്കിൽ R ശരിയല്ല എന്നാണ്. അപ്പൊ R എന്താ പറയാ, ഇതില് R P implies R എന്നാണ്. അല്ലെങ്കിൽ ഇതിന്റെ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്താണ് വരിക? S implies negation of R is equivalent to R implies negation of yes. അപ്പോൾ P implies R എന്ന് ഇതിൽ നിന്ന് രണ്ടെന്നും കിട്ടും, ഇവിടുന്ന് R implies negation of S കിട്ടും. ഇത് രണ്ടും ചേർത്ത് വെച്ചാല് P implies negation of S കിട്ടും.